ഈ ടേബിളിൽ ഫോഴ്സ് ഞാൻ കൊടുക്കാതെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ബൗൺസ് ചെയ്ത് വരുന്ന ഒന്ന് നോക്കുക. ഞാൻ ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് എറിയുകയാണ്. ഞാൻ ഈ 2 പ്രാവശ്യം ചെയ്തത് ഒരേ ഡിസ്റ്റൻസിൽ നിന്നാണ്. ജസ്റ്റ് കുറച്ചുകൂടെ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഞാൻ ത്രോ ചെയ്ത് ആ ഒരു ഹൈറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1 ഫീറ്റിൽ നിന്നാണ് എറിഞ്ഞിരിക്കുന്നത്, ആ 1 ഫീറ്റിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഇത് PU മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഫ്ലോർ മാറ്റിന്റെ ചെറിയൊരു പീസാണ്. 1/2 ഇഞ്ചിന് താഴെ ആണ് ഇതിന്റെ തിക്നെസ്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വീസ് ആവുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഇനി ഈ മെറ്റീരിയലിന്റെ പുറത്ത് നമുക്ക് ആ സെയിം ടെസ്റ്റ് ഒന്ന് നടത്തുക. സെയിം 1 ഫീറ്റ് ജസ്റ്റ് ഒരു ഡ്രോപ്പ്, എത്രത്തോളം ഡിഫറൻസ് വന്നു എന്നുള്ളതാണ്. ബൗൺസ് ചെയ്ത് തിരിച്ചു വന്നില്ല, ബൗൺസ് ചെയ്തു, ചെറിയ രീതിയിലാണ് ചെയ്തത്. നല്ല പ്രഷർ കൊടുത്ത് ഒരു പ്രാവശ്യം ചെയ്യാം. ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓൾമോസ്റ്റ് 1/2 ഇഞ്ചിന്റെ ഒരു PU മെറ്റീരിയൽ ഇടയിൽ വന്നപ്പോൾ തന്നെ എന്തുമാത്രം ഇമ്പാക്റ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് നമ്മുടെ കാലുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ടെന്നീസ് ബോൾ നമ്മുടെ ബോണിന് സിമിലർ ആയിട്ട് കണക്കിലെടുക്കാം. ഹീലൊക്കെ വെച്ച് നമ്മൾ ഒരുപാട് ത്രസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഇമ്പാക്ട് ഫ്ലോറിൽ നിന്ന് ഡ്രെയിൻ റിലീവ് ചെയ്യും. യൂസ് ചെയ്യുന്ന സോള് കറക്റ്റ് ആയിട്ടുള്ള തിക്നെസ് അല്ല എന്നുണ്ടെങ്കിൽ ആ ഇമ്പാക്ട് ശരിക്കും ബോണിലേക്കാണ് പോകുന്നത്. അതായത് ആ റേഷ്യോ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയൽ വെയിറ്റ് ഉള്ള ഒരാൾ അതിൽ നിന്ന് 1 കിലോ പോലും കൂടുതലുണ്ടെങ്കിൽ ഗ്രൗണ്ട് റിയാക്ഷൻ എന്ന് പറയുന്നത്, അതായത് കാലെടുത്ത് നോർമൽ ഒരു വെയിറ്റ് കൊടുത്ത് ചവിട്ടുമ്പോൾ ഗ്രൗണ്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് അപ് ടു 7 kgs ആണ്. ആ ആളിന് 2 കിലോ എക്സസ് വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 14 kg റിയാക്ഷൻ ആണ്. അപ്പോൾ മനസ്സിലാക്കുക നമ്മുടെ ബോണിലൊക്കെ എത്രത്തോളം ഇമ്പാക്ട് കയറുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളത് ഫിറ്റ്നസ് ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഫോഴ്സ് ഉപയോഗിച്ചാണ് താഴോട്ട് സ്റ്റാമ്പ് ചെയ്യുകയും അല്ലെങ്കിൽ ജമ്പ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആണെങ്കിലും അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ഇമ്പാക്ട് കൊടുത്താണ് ചെയ്യുന്നത്. ആ ഒരു ഇമ്പാക്ട് പ്രോപ്പറായിട്ടുള്ള ഷൂസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോൾ അബ്സോർബ് ചെയ്യും. അപ്പം യൂസ് ചെയ്യേണ്ട ഷൂവിൻ്റെ സോൾ ഫസ്റ്റ് ഓഫ് ഓൾ തിരിച്ചറിയുക എന്ന് പറയുന്നത്. അത് ഒരുപാട് സോഫ്റ്റ് ആവാൻ പാടില്ല, അത് ഒരുപാട് ഹാർഡ് ആവാൻ പാടില്ല, അതൊരു മീഡിയം രീതിയിൽ സോഫ്റ്റ്നെസ് ആണ് വേണ്ടത്. അതായത് ആ ഷോക്ക് കറക്റ്റായിട്ട്, അതായത് ഇമ്പാക്റ്റ് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്.